ഹലോ. ആദ്യം തന്നെ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ? നിങ്ങൾ എപ്പോഴെങ്കിലും ആരെങ്കിലും തെറ്റായി ജഡ്ജ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും എപ്പോഴെങ്കിലും തെറ്റായി ജഡ്ജ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. കാരണം ഒരു 200 വർഷം മുൻപ് ജെയിൻ ഓസ്റ്റൻ എഴുതിയ പ്രൈഡ് ആൻഡ് പ്രജുഡിസ്, ഈ നോവൽ ഇന്നും ഇത്ര പോപ്പുലറായിട്ട് നിൽക്കുന്നത് ഈ ഒരു റീസൺ ഉള്ളതുകൊണ്ടാണ്. ഇതൊരു ലവ് സ്റ്റോറി മാത്രമല്ല, ഇതൊരു സെൽഫ് ഡിസ്കവറി സ്റ്റോറി കൂടിയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ സ്റ്റോറി എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാനിതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് പറയാം. 1813 ഈ നോവൽ പബ്ലിഷ് ആയത്. ഇംഗ്ലണ്ടിലെ ഒരു സ്മോൾ ടൗൺ, അതാണ് നെതർഫീൽഡ് പാർക്ക്. അവിടെയാണ് നമ്മുടെ ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടുള്ള ബെന്നറ്റ് ഫാമിലി താമസിക്കുന്നത്. അപ്പോൾ മിസ്റ്റർ ആൻഡ് മിസ്സസ് ബെന്നറ്റിന് 5 പെൺമക്കളാണുള്ളത്: ജെയിൻ, എലിസബത്ത്, മേരി, കാത്രിൻ ആൻഡ് ലിഡിയ. ഇതിൽ എലിസബത്താണ് നമ്മുടെ മെയിൻ ക്യാരക്ടർ. നമ്മൾ ലിസി എന്നാണ് അവളെ വിളിക്കുന്നത്. അപ്പോൾ ആ കാലത്ത് ലേഡീസിന് പ്രോപ്പർട്ടി അങ്ങനെ ഇൻഹെറിറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മിസ്സസ് ബെന്നറ്റിൻ്റെ ഒരേ ഒരു മിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 പെൺമക്കളെയും നല്ല റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം, ഒരു പ്രഷർ കുക്കർ പോലെയാണ് ഈ ഒരു സിറ്റുവേഷൻ. ഇനി നമുക്ക് സ്റ്റോറിയിലേക്ക് കിടക്കാം. അപ്പോൾ നെതർഫീൽഡ് പാർക്കിൽ പുതിയതായിട്ട് ഒരു താമസക്കാരൻ വരികയാണ്. അതാണ് മിസ്റ്റർ ചാൾസ് ബിങ്ലി. പുള്ളി ഹാൻസമാണ്, ഫ്രണ്ട്ലി ആണ്, റിച്ചാണ്. അപ്പോൾ മിസ്സസ് ബെന്നറ്റിനെ പുള്ളിക്കാരിയുടെ എക്സൈറ്റ്മെൻറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം പുള്ളിക്കാരി മനസ്സിൽ തീരുമാനം എടുത്തു കഴിഞ്ഞു. ഓക്കെ, തൻ്റെ 5 പെൺമക്കളിൽ ഒരാളെ ആയിരിക്കണം ഈ മിസ്റ്റർ ചാൾസ് ബിങ്ലി കല്യാണം കഴിക്കേണ്ടതെന്ന്. അപ്പോൾ ബിങ്ലി ഒരു ലോക്കൽ ബോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. കൂടെ പുള്ളിയുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള മിസ്റ്റർ ഡാർസിയും. അപ്പോൾ മിസ്റ്റർ ഡാർസിയാണ് നമ്മുടെ ഈ ഒരു കഥയിലെ മെയിൻ ലീഡ്. ഇപ്പോൾ ഡാർസിക്ക് ബിങ്ലിയേക്കാൾ കൂടുതൽ കാശുണ്ട്, കൂടുതൽ ലാൻഡ് ഉണ്ട്, അതുപോലെ പെമ്പേർലി എസ്റ്റേറ്റിലൊരു മാസീവ് ഫോർച്യൂണുണ്ട്. ഇതൊക്കെയാണ് പുള്ളിയുടെ എലിജിബിലിറ്റി ആയിട്ട് അവിടെ ഉള്ളവർ കണക്കാക്കുന്നത്. അപ്പോൾ ഈ നെതർഫീൽഡ് പാർക്കിലുള്ളവരൊക്കെ ഡാർസീനെ ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ഐക്കൺ പോലെയാണ് കാണുന്നത്. ഇത്രയും എലിജിബിൾ ആയിട്ടുള്ളൊരു മനുഷ്യൻ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര റെസ്പെക്റ്റാണ്, ഇത്തിരി പേടിയൊക്കെയാണ്. പക്ഷേ ഈ ഒരു മനുഷ്യൻ ഈ ബോളിൽ ഒരു കോർണറിൽ നിന്ന് സൂപ്പർ ആരഗൻ്റായിട്ട് നിൽക്കുകയാണ്. പുള്ളി ആരടുത്തും മിണ്ടണില്ല, പുള്ളി ആരെയും മൈൻഡ് ചെയ്യണില്ല, പുള്ളി ഡാൻസ് കളിക്കണില്ല. അപ്പോൾ ആൾക്കാരെ എവിടെ ചോദിക്കുന്നുണ്ട്, നമ്മുടെ നായിക ലിസിയില്ലേ, പുള്ളിക്കാരിക്ക് ഒരു ഡാൻസിങ് പാർട്ട്ണറെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഡാർസിക്ക് അവളുടെ കൂടെ ഡാൻസ് ചെയ്തുകൂടെയെന്ന് ഡാർസിയോട് ആരൊക്കെയോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡാർസിയുടെ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷീ ഈസ് ടോളറബിൾ ബട്ട് നോട്ട് ഹാൻസം ഇനഫ് ടു ടെംപ്റ്റ് മീ. അതായത് ഓക്കെ, അവൾ ഓക്കെ ആണ്, പക്ഷേ ലോകസുന്ദരിയൊന്നുമല്ല, എന്നെ ഭ്രമിപ്പിക്കാൻ മാത്രം സൗന്ദര്യമൊന്നും അവൾക്കില്ല എന്ന്. ഇത് ലിസി ആണെങ്കിൽ ഇതറിയാണ്ട് ഒളിഞ്ഞെന്ന് കേൾക്കണുണ്ട്. പക്ഷെ അവളത് കേട്ട് വിഷമിക്കല്ല ചെയ്യണത്. ഇൻസ്റ്റെഡ് അവളത് ചിരിച്ചുകൊണ്ടാണ് അവളുടെ ഫ്രണ്ടിനോട് ഒരു ജോക്ക് പോലെ പറയണത്. അപ്പോൾ അതാണ് നമ്മുടെ നായിക ലിസി. സ്ട്രോങ് ആണ്, വിറ്റിയാണ്, അൺഎഫക്റ്റഡ് ആണ്. അവളെ ചുറ്റുമുള്ളവർ അവളെപ്പറ്റി എന്ത് അഭിപ്രായം പറയുന്നു എന്നുള്ളത് അവൾ മൈൻഡ് ചെയ്യാറേയില്ല. മീൻവൈൽ ബിങ്ലിക്ക് ജെയിനോട് ക്ലിയർലി ഒരു അട്രാക്ഷൻ ഫീൽ ആകുന്നുണ്ട്. ജെയിനും ബിങ്ലിയെ ഇഷ്ടമാണ്. ആ പാർട്ട് ശരിക്കും സിനിമയിലൊക്കെ ഭയങ്കര ക്യൂട്ടാണ്. ഇനി ഒരു ന്യൂ ക്യാരക്ടർ വരുന്നുണ്ട്, അതാണ് ജോർജ് വിക്കം. ജോർജ് വിക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഹാൻസം ആണ്, ചാമിങ് ആണ്, സ്മൂത്ത് ടോക്കറാണ്. ഇദ്ദേഹം വന്ന ഉടനെ തന്നെ ലിസിക്ക് അപ്പം തന്നെ പുള്ളീനെ ഇഷ്ടപ്പെടുകയാണ്. അപ്പോൾ വിക്കം ആണെങ്കിൽ ഡാർസീനെ പറ്റി ഒരു സ്റ്റോറി ഇവളോട് പറയുന്നുണ്ട്. ഡാർസീൻ്റെ അച്ഛനാണ് ഈ വിക്കമിനെയും പണ്ട് നോക്കിയത്. അപ്പോൾ ദത്തുപുത്രനായിട്ടാണെങ്കിലും വിക്കമിനെ വളർത്തിയത് ഡാർസിയുടെ അച്ഛനാണ്. അതുപോലെ വളർന്നു വരുമ്പോൾ ഡാർസിക്കായിട്ട് ഒരു ലിവിങ് പ്രോമിസ് ചെയ്തിരുന്നു. പക്ഷേ ഡാർസി അതിന് സമ്മതിച്ചില്ല, അതുകൊണ്ട് താൻ ദരിദ്രനായിപ്പോയി. ഇങ്ങനെ ഒരു സ്റ്റോറിയാണ് വിക്കം ലിസിയുടെ അടുത്ത് പറയണത്. ലിസി ആണെങ്കിൽ ഈ പുള്ളീനെ വിശ്വസിക്കുകയും ചെയ്യാണ്. അപ്പോൾ ഓൾറെഡി ഡാർസിനെ പറ്റി ഒരു ബാഡ് ഇംപ്രഷൻ ഉണ്ടായിരുന്നു. അതിന് പുറമെയാണ് ഈ ഒരു കഥയും കൂടി കേട്ടത്. അതോടുകൂടി ലിസിക്ക് ഡാർസീനെ കണ്ണെടുത്താൽ കണ്ടുകൂടുണ്ടായി. ഇതാണ് പ്രജുഡിസ് എന്ന് ഉള്ളത്. അതായത് നമ്മുടെ ഈ ഒരു ബുക്കിൻ്റെ പേര് പ്രൈഡ് ആൻഡ് പ്രജുഡിസ് എന്നാണ്. അതിൽ പ്രജുഡിസ് എന്നുള്ള വേർഡ് ഉദ്ദേശിക്കുന്നത് ഇതാ, അതായത് ഫസ്റ്റ് ഇംപ്രഷനിൽ ബേസ്ഡ് ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റ്. ഇനി ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കഥയൊക്കെ മുന്നോട്ട് പോകുന്നു.
പല പല സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ട്. ഇതിലൊരു ടേണിംഗ് പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർസി ലിസിയോട് പ്രപ്പോസ് ചെയ്യാണ്. ഷോക്കായില്ലേ? ഞാനും ആദ്യമായിട്ട് ഈ ബുക്ക് വായിച്ചപ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഈ കഥ കേട്ട് മനസ്സിലായി വന്നപ്പോൾ ഞാനും ഒന്ന് ഷോക്കായിരുന്നു. പക്ഷേ ഈ ഒരു പ്രപ്പോസലിൽ ഡാർസി ഒരു ക്ലാസിക് മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അവളെ പ്രപ്പോസ് ചെയ്തെങ്കിലും അതിൽ ഇൻസൾട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ എക്സാക്ട് വേർഡ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ആർ ബിലോ മൈ സ്റ്റേഷൻ, യുവർ ഫാമിലി ഈസ് എംബാരസിങ്, ഐ എം ഫൈറ്റിംഗ് മൈ ഓൺ ഫീലിങ്സ് ബൈ ഈവൻ ആസ്കിങ് യു ദിസ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് പുള്ളി പ്രപ്പോസ് ചെയ്യുന്നത്. അതായത് ഇവളുടെ ഫാമിലി ഇത്തിരി എന്താ പറയുക, അത്യാഗ്രഹമുള്ളവരാണ്, അവർക്കും പ്രോപ്പറായിട്ട് പെരുമാറാൻ അറിയില്ല, എങ്കിലും എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെയാണ് പുള്ളി പ്രപ്പോസ് ചെയ്യണത്. ഇത് കേൾക്കണതും ഓഫ് കോഴ്സ് പ്രൈഡായിട്ടുള്ള അല്ലെങ്കിൽ അഭിമാനിയായിട്ടുള്ള ലിസി അപ്പം തന്നെ ഇത് റിജക്റ്റ് ചെയ്യും. എന്നിട്ട് അവൾ പറയണ മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ആർ ദ ലാസ്റ്റ് മാൻ ഇൻ ദ വേൾഡ് ഐ കുഡ് എവർ ബി പ്രിവെയിൽഡ് അപ്പോൺ ടു മാരി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്ത് എന്താ പറയുക, മറ്റെല്ലാവരും മരിച്ചാലും തന്നെ ഞാൻ കിട്ടില്ല, അങ്ങനെ ഒരു ഡയലോഗ് അവളപ്പം തന്നെ മുഖത്ത് നോക്കി പറയുകയാണ്. ഇത് കഴിഞ്ഞ് ഡാർസി ഒരു ലെറ്റർ ലിസിക്ക് വേണ്ടി എഴുതുന്നുണ്ട്. അപ്പോൾ ആ ലെറ്ററിൽ വിക്രമിൻ്റെ റിയൽ ക്യാരക്ടർ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ വിക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, വിക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാർസിയുടെ ദത്ത് മീൻസ് അച്ഛൻ ദത്തെടുത്ത മോനാണ്. പുള്ളി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടിയിട്ട് അണ്ടർ ഏജ് ആയിട്ടുള്ള ഡാർസിയുടെ സിസ്റ്ററിനെയും കൊണ്ട് പുള്ളി ഒളിച്ചോടും. എന്നിട്ട് പിന്നെ കയ്യിലെ കാശ് തീർന്നു എന്ന് മനസ്സിലായപ്പോൾ അവളെ ഉപേക്ഷിച്ച് പോകും. അങ്ങനെയാണ് വിക്രം റിയൽ ലൈഫിലുള്ളത്. പക്ഷേ ലിസിയുടെ അടുത്ത് വേറൊരു കഥയാണല്ലേ പുള്ളി പറഞ്ഞത്. അപ്പോൾ ഈ ലെറ്റർ വായിക്കുമ്പോൾ തന്നെ ലിസിക്ക് മനസ്സിലാവുകയാണ്, ഓക്കെ, വിക്രമിനെ അവൾ ബ്ലൈൻഡ്ലി വിശ്വസിച്ചു, ഡാർസിയെ വെറുതെ തെറ്റിദ്ധരിച്ചു, ഹെയ്റ്റ് ചെയ്തു. അപ്പോൾ തുടക്കം തൊട്ടേ ഉള്ളത് എല്ലാം മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ആണെന്ന് അവൾക്ക് മനസ്സിലാവാണ്. ഇതാണ് നോവലിൻ്റെ ഒരു ഹാർട്ട് മൊമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രൈഡും പ്രജുഡിസും. പ്രൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിമാനിയായ നമ്മുടെ നായിക, പ്രജുഡിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻവിധിയുള്ള നായകൻ. ഇത് പക്ഷേ നമുക്ക് തിരിച്ചും പറയാം കേട്ടോ. നായകനും പ്രൈഡ് എന്നുള്ള ഒരു ഇതുണ്ട്, നായികയ്ക്കും പ്രജുഡിസ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അറ്റ് എ ടൈം രണ്ടാളിലും ഇത് രണ്ടും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസി ഡാർസിയുടെ എസ്റ്റേറ്റ് വിസിറ്റ് ചെയ്യണ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ അവിടെ സെർവൻസ് ഡാർസീനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയൊരു മാനറിലാണ്. കൈൻഡ് ആയിട്ടുള്ള, ഭയങ്കര ജനറസ് ആയിട്ടുള്ള, ഈ എംപ്ലോയീസിനെയൊക്കെ നല്ലപോലെ ട്രീറ്റ് ചെയ്യണ ഒരു മനുഷ്യനാണ് ഡാർസി എന്ന് അവൾക്ക് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും. ഡാർസീനെ അവിടെ ആക്സിഡൻ്റലി മീറ്റ് ചെയ്യുമ്പോൾ ആ മാൻ കംപ്ലീറ്റ് ആയിട്ട് മാറിയ പോലെ അവൾക്ക് തോന്നും. പുള്ളി ഭയങ്കര ഹംബിളാണ്, ഭയങ്കര വോമാണ്, അറ്റൻറ്റീവാണ്. അപ്പോൾ ലിസിക്ക് ഇങ്ങനെ പയ്യെ ഫീൽ ചെയ്യാൻ തുടങ്ങും, ഓക്കെ, ഞാൻ ഇതുവരെ അങ്ങേരെ പറ്റി ചിന്തിച്ചു വെച്ചതൊക്കെ തെറ്റാണ് എന്ന്. ഇതിനിടയിൽ വേറൊരു ക്രൈസിസ് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസിയുടെ യങ് സിസ്റ്റർ ഉണ്ട്, ലിഡിയ വിക്രമിനോട് കൂടെ ഒളിച്ചോടിപ്പോവും. ഇത് അന്നത്തെ കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു, ആ ഒരു ഫാമിലി കഴിഞ്ഞു. അത്രയും വലിയ ചീത്തപ്പേരാ, ബാക്കിയുള്ള സിസ്റ്റേഴ്സിന് പോലും അത് ഭയങ്കര ചീത്തപ്പേരാ. അപ്പോൾ ലിസിയും ഭയങ്കര ഡെവസ്റ്റേറ്റഡ് ആണ്, അവളുടെ വീട്ടുകാരും ഭയങ്കര ഡെവസ്റ്റേറ്റഡ് ആണ്. അപ്പോൾ എന്താ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർസി സീക്രറ്റ്ലി കാശ് കൊടുത്തിട്ട് വിക്രമിനെ ലിഡിയനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും. ഇതാരോടും പറയൂല. അപ്പോൾ എന്താ, ഇവരുടെ ഫാമിലിക്ക് ഉണ്ടാവുന്ന ആ ഒരു ചീത്തപ്പേര് ഒന്ന് കുറഞ്ഞു കിട്ടും. ഇപ്പോൾ കല്യാണം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ആ ഒരു ചീത്തപ്പേര് കുറഞ്ഞു കിട്ടും. ഇപ്പോഴൊക്കെയാണ് ലിസിക്ക് ക്ലിയർലി ഫീൽ ആവുന്നു, ഓക്കെ, ദിസ് മാൻ ജെന്യുവൻലി ലവ്സ് മീ എന്ന്. ആൻഡ് ഹി ഷോഡ് ഇറ്റ് വിത്തൗട്ട് വേർഡ്സ് ബട്ട് വിത്ത് ആക്ഷൻസ്. അതായത് പുള്ളി പറഞ്ഞ് പ്രകടിപ്പിക്കുകയല്ല ചെയ്തത്, പുള്ളി അവൾക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യത്തിൽ കൂടെയും അവൾക്ക് പയ്യെ മനസ്സിലായി വരികയാണ് അവളെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ജെയിൻ ബിങ്ലി ലവ് സ്റ്റോറിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡാർസി മുൻപ് ബിങ്ലിയെ ജെയിനിൽ നിന്നും മാറ്റാൻ ശ്രമിച്ചിരുന്നു. കാരണം ഡാർസി നോക്കുമ്പോൾ എന്താ, ഇവരെ വീട്ടുകാരിങ്ങനെ ഒരു പ്രോപ്പറായിട്ട് സൊസൈറ്റിയിൽ പെരുമാറാൻ അറിയാത്ത വീട്ടുകാർ, കാശിനോട് ആർത്തിയുള്ള വീട്ടുകാർ, അങ്ങനെയൊക്കെയാണ് ഡാർസി നോക്കുമ്പോൾ ഈ ലിസിയുടെ വീട്ടുകാരെ ഡാർസിക്ക് തോന്നിയിരുന്നത്. ഡാർസി പറയുന്നുണ്ട് ലിസീനെയും ജെയിനെയും അങ്ങനെ വിചാരിക്കുന്നില്ല, പക്ഷേ ബാക്കിയുള്ളവരെങ്ങനെയാണെന്ന്. അപ്പോൾ ഡാർസിക്ക് മനസ്സിലായി ഡാർസിക്കും തെറ്റ് പറ്റിയതാണ്,
അവരെന്തുകൊണ്ടാണ് അവരെ ഇപ്പോൾ ഈ ജെയിൻ്റെ ഫാമിലി എന്തുകൊണ്ടാണ് അങ്ങനെ പെരുമാറിയിരുന്നത് എന്നുള്ളതൊക്കെ ഡാഴ്സിക്ക് മനസ്സിലാവാണ്. അപ്പോൾ ഡാഴ്സി ബിങ്ലിനെ കറക്റ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞ് ബിങ്ലി തിരിച്ചു വരും, ജെയിനിനെ പ്രപ്പോസ് ചെയ്യും. ജെയിൻ അത് ആക്സെപ്റ്റ് ചെയ്യും. അത് ഫാമിലിക്കാണെങ്കിലും എലിസബത്തിനാണെങ്കിലും ഭയങ്കര സന്തോഷമുള്ളൊരു മൊമെൻറ്റാണ്. ഇങ്ങനെയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഡാഴ്സി എന്താ പറയുക, ഭയങ്കര ഓണസ്റ്റായി, ഭയങ്കര റിയലായി, ഭയങ്കര കെയറിങ് ആയി, അറ്റൻറ്റീവായൊരു മനുഷ്യനാണെന്ന് ഇവൾക്ക് മനസ്സിലാവും. അതിൻ്റെ ഇടയിലും ചെറിയ ചെറിയ കോൺഫ്ലിക്ട്സുകളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്കത് സിനിമ കാണുമ്പോൾ മനസ്സിലായിക്കോളും. അത് കഴിഞ്ഞ് ഒരു സെക്കൻഡ് ടൈം കൂടെ പുള്ളി ഇവളെ പ്രപ്പോസ് ചെയ്യാം. ഇക്കുറി കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയൊരു മാനറിൽ, ഹമ്പിളായിട്ട്, ഓണസ്റ്റായിട്ട്, റിയലായിട്ടാണ് പ്രപ്പോസ് ചെയ്യുക. പുള്ളി സിമ്പിളായിട്ട് ഇങ്ങനെ പറയും, ഐ ലവ് യു മോസ്റ്റ് ആർഡൻ്റ്ലി. അങ്ങനെ പറഞ്ഞതും ലിസി അക്സെപ്റ്റ് ചെയ്യാണ്. അപ്പോൾ മിസ്സസ് ബെന്നറ്റിനെ എക്സൈറ്റ്മെൻറ്റിൻ്റെ മൂർധന്യത്തിൽ തിരികെയാണ്. കാരണം അവരുടെ 3 മക്കളുടെ കല്യാണം ഇപ്പോൾ തീരുമാനിച്ചു. ഒരു മോളുടെ കല്യാണം ഓൾറെഡി കഴിഞ്ഞു. പിന്നെയുള്ള 2 മക്കൾ ആ നാട്ടിലെ തന്നെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള 2 പേരാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്. അപ്പോൾ അത്രയും എക്സൈറ്റ്മെൻറ്റിലാണ്, അത്രയും ഹാപ്പിയാണ്. ഇപ്പോൾ ലിസി ആണെങ്കിലും എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ ഇതിൽ മിസ്റ്റർ ബെന്നറ്റ്, who is the most relatable character in the entire novel, casually says, if any young men come for Mary or Kitty, send them in, for I am quite at leisure. അബ്സല്യൂട്ട് മൂഡ്. അതായത് ഇനിയിപ്പം മറ്റവരെ കെട്ടണം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വന്നാലും കയറ്റി വിട്ടേക്ക്, നമുക്ക് അവരെയും കെട്ടിച്ചുവിടാമെന്ന്. അങ്ങനെ മൊത്തത്തിൽ ഹാപ്പിയായി സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. ഇതാണ് ഈ ഒരു സിനിമയുടെ സാരം. ഇപ്പം ഇതിൽ ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കേട്ടോ. ഞാൻ ഇതിനെപ്പറ്റി ഒരു ഐഡിയ മാത്രമേ നിങ്ങൾക്ക് തരുന്നുള്ളൂ. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടും. നിങ്ങൾക്ക് ആ സിനിമ കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ബുക്ക് വായിക്കാം, അതിനുള്ളൊരു മോട്ടിവേഷൻ. ഓക്കെ, ഇനി ഒരു മിനിറ്റ് നമുക്കൊന്ന് റിഫ്ലക്റ്റ് ചെയ്ത് നോക്കാം. ഈ നോവലിൽ ജെയിൻ ഓസ്റ്റൻ നമ്മളോട് ക്ലിയർലി ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഫസ്റ്റ് ഇംപ്രഷൻ ഇപ്പോഴും സത്യമാണെന്നില്ല എന്ന്. പ്രൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായിരുന്നു ഡാഴ്സിയുടെ ആദ്യം ആരഗൻ്റായി കാണിക്കുന്നുണ്ട്, അങ്ങനെ പല റൂഡായിട്ടൊക്കെ പെരുമാറുന്നുണ്ട്. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസെക്യൂരിറ്റിയിൽ നിന്നായിരുന്നു അത് വന്നത്. പ്രെജുഡിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആദ്യം ലിസിക്കാണ് കാണിക്കുന്നത്. അതായത് വിക്കമിനെ ബിലീവ് ചെയ്ത് ഡാഴ്സിനെ ഡിസ്മിസ് ചെയ്തത്, ഇതെല്ലാം പുള്ളിക്കാരിയുടെ ഒരു പ്രെജുഡിസാണ് കാണിച്ചത്. അതുപോലെ നേരെ തിരിച്ചുമുണ്ട്. ഡാഴ്സി പ്രപ്പോസ് ചെയ്തപ്പോൾ ലിസി അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ആ ടൈമിൽ അവളുടെ പ്രൈഡായിരുന്നു, അവളുടെ ഫാമിലീനെ അടിച്ച് താഴ്ത്തി പറഞ്ഞത് കൊണ്ടുള്ള അവളുടെ പ്രൈഡായിരുന്നു അത് കാണിച്ചത്. ഇനി അവൻ്റെ പ്രെജുഡിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസിയുടെ വീട്ടുകാരൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് ലിസിയും ജെയിനും അങ്ങനെ തന്നെയാണ് എന്ന് തെറ്റിദ്ധരിച്ചു. അതാണ് ഡാഴ്സിയുടെ പ്രെജുഡിസ്. അങ്ങനെ 2 പേരുടെയും, ഹീറോയുടെയും ഹീറോയിൻ്റെയും പ്രൈഡും പ്രെജുഡിസും ആണ് ഈ ഒരു നോവലിൽ അല്ലെങ്കിൽ ഈ ഒരു സിനിമയിൽ കാണിച്ചിട്ടുള്ളത് ജെയിൻ ഓസ്റ്റൻ. അപ്പോൾ ഇങ്ങനെ ഈ 2 പേരും ഗ്രോ ചെയ്യുന്നു, 2 പേരും ചേഞ്ച് ആകുന്നു അല്ലേ. ഈ ഒരു ചിന്തയിൽ നിന്ന് ഫസ്റ്റ് ഇംപ്രഷൻ മാറി അവരും മാറി ചേഞ്ച് ആവുകയാണ്. 2 പേരും പെർസ്പെക്റ്റീവൊക്കെ മാറുകയാണ്. അതുകൊണ്ടാണ് ഈ ലവ് സ്റ്റോറി ഒരു 200 വർഷം കഴിഞ്ഞിട്ടും ഇതേപോലൊരു ഫ്രഷ് ഫീല് തരുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സിനിമയുടെ സാരം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്താ പറയുക, ഇത്തിരി പോപ്പുലറായ അല്ലെങ്കിൽ ക്ലാസിക് ആയിട്ടുള്ള ഫിലിംസ് ഒക്കെ അല്ലെങ്കിൽ സീരീസിനെ ഒക്കെ പറ്റി എന്തെങ്കിലും ഐഡിയാസ്, സജഷൻസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കാണുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ.